ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ഇന്ന് അനീഷുമായിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് മാത്രമാണ് അനുമോളും ആദിലാനൂറയും തമ്മിൽ വീണ്ടും കോംപ്രമൈസ് ആയി അവരുടെ ഫ്രണ്ട്ഷിപ്പ് പുനരാരംഭിച്ചത്. അനീഷ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇട്ട് കൊടുത്തില്ലായിരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇവര് സംസാരിക്കുകയും ഇല്ലായിരുന്നു, ഇവര് അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ആക്കുകയില്ലായിരുന്നു, ഒന്നും പഴയപടി ആവില്ലായിരുന്നു. അവിടെയാണ് അനീഷ് എന്ന് പറയുന്ന ആ ഒരു നല്ല മനുഷ്യൻ അറിഞ്ഞോ അറിയാതെ ഒരു പങ്ക് വഹിച്ചത്. കഴിഞ്ഞ ആഴ്ച മുഴുവനും ഈ ഒരു പ്രശ്നം സോൾവ് ആക്കാൻ പറഞ്ഞ അനീഷ് അനുമോളുടെ പുറകെ നടന്നതാണ്. ഇത് പ്രശ്നം സോൾവ് ആക്കാൻ പറഞ്ഞിട്ടാണ് അനീഷ് അനുമോളുടെ പുറകെ നടന്നത്. പിന്നെ ആദിലാനൂറയുടെ അടുത്തും പോയി പറഞ്ഞിരുന്നു, നിങ്ങൾ ഇത് എങ്ങനെയും ഒന്ന് പരിഹരിക്കുക, ഈ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്ത് ഇങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ട് പോവല്ലേ. അനീഷ് ആഗ്രഹിച്ച കാര്യം തന്നെയാണ് ഇവര് വീണ്ടും സംസാരിക്കണം, വീണ്ടും പഴയപടി ആവണം എന്നുള്ളത്. ഇന്ന് അനീഷായിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ അനുമോളുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തപ്പോ ആരുടെ അടുത്ത് ഇതൊക്കെ ഒന്ന് പോയി ഷെയർ ചെയ്യണം എന്ന് അനുമോൾക്ക് അറിയില്ലായിരുന്നു. അത് അനുമോൾ ഇപ്പൊ ലൈവിനകത്തിരുന്ന് പറയുന്നുണ്ട്, ഞാനിത് നെവിന്റെ അടുത്ത് പറയണോ, സൗമ്യന്റെ അടുത്ത് പറയണോ, എനിക്ക് നിങ്ങളുടെ അടുത്തല്ലാതെ വേറെ ആരുടെ അടുത്ത് പറയാനാണ് എന്ന് ചോദിക്കുന്നുണ്ട് ആദിലയുടെ അടുത്ത്. അപ്പൊ ആദില പറയുന്നുണ്ട്, ഓക്കെ അതുകൊണ്ടായിരുന്നു അല്ലേ, പക്ഷെ നീ ഞങ്ങളോട് സംസാരിക്കണമെന്ന് വേണമെന്ന് വെച്ചിട്ട് തന്നെയല്ലേ നീ ഞങ്ങളോട് സംസാരിക്കാൻ വന്നത്, അല്ലാതെ വെറുതെ വന്നൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് 2 ഇടിയൊക്കെ കൊടുക്കുന്നുണ്ട് അനുമോൾക്കിട്ട്. അത് ആദിലയുടെ ലവ് ലാംഗ്വേജ് ആണ് കേട്ടോ. അപ്പോ അനുമോള് പറയുന്നുണ്ട്, അതെ സംസാരിക്കണമെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ വന്ന് മിണ്ടിയത്, പുറത്തിറങ്ങുമ്പോൾ ചോദിക്കത്തില്ലേ ആദിലാനൂറയായിട്ട് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കത്തില്ലേ, അപ്പൊ അങ്ങനെയൊന്നും വരാതിരിക്കാനും കൂടെ വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ബേസിക്കലി ഇതാണ് സംഭവം. ഇങ്ങനൊരു സംഭവം വന്നപ്പോ, ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോ ആരോട് ഇതൊക്കെ ഒന്ന് എക്സ്പ്രസ് ചെയ്യണമെന്ന് അനുമോൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോയി. അതുകൊണ്ട് ആദിലയുടെ അടുത്തേക്ക് ഓടി. ആദില പിന്നീട് നൂറയുടെ ചെവിയിലേക്ക് എത്തിക്കുന്നു. പിന്നെ നൂറ മാപ്പൊക്കെ പറയുന്നുണ്ട് കേട്ടോ, നൂറ സോറി എന്നൊക്കെ പറയുന്നുണ്ട്, എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സോറി എന്നൊക്കെ അനുമോളുടെ അടുത്ത് പറയുന്നുണ്ട്. എന്തായാലും പട്ടാ ഗേൾസ് റീലോഡഡ് ആണ് ഇനി നമ്മൾ ഈ ഒരു ഫിനാലെ വീക്കിൽ കാണാനായിട്ട് പോകുന്നത്. പട്ടാ ഗേൾസ് ഒരുമിച്ച് നിൽക്കാനായിട്ട് പോവുകയാണ്. ഇനി അടുത്ത ആഴ്ച ശൈത്യം കൂടി വരുമ്പോ പട്ടാ ഗേൾസ് 4 പേരും ഉണ്ടാവും. എന്തായാലും ഇപ്പൊ ലൈവില് നൂറേനെ ജയിൽ ഡ്രസ് ഒക്കെ ധരിപ്പിച്ച് ആദിലയും അനുമോളും കൂടെ ജയിലിലേക്ക് വിടാനായിട്ട് പോവുകയാണ്. സാബുമാനും നൂറയും കൂടിയാണ് ജയിലിലേക്ക് പോകുന്നത് കേട്ടോ. ഈ ആഴ്ച അവസാനത്തെ ജയിൽവാസമാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.